നമ്മുടെ ജീവിതത്തിലെ നമ്മുടെ വീട്ടിലെ ചില സാഹചര്യങ്ങൾ നമ്മൾക്കൊന്ന് റീകളക്ട് ചെയ്ത് നോക്കിയാൽ ചില മനോഹരമായ അവസ്ഥാന്തരങ്ങൾ നമ്മുടെ വീടിനുള്ളിൽ കാണാൻ പറ്റും. ഇന്നലെ രാവിലെ ഹസ്ബൻഡ് ഒരു വൈഫ്, മിക്കവാറും വൈഫാണ് അത് ചെയ്യുക, പറഞ്ഞ കാര്യം വൈകിട്ടും പറഞ്ഞിട്ടുണ്ടാവും. അടുത്ത ആഴ്ച നടക്കാനുള്ള കാര്യമാണ്. പിന്നെ ഇന്ന് രാവിലെയും പറഞ്ഞിട്ടുണ്ടാവും. തിരിച്ചെങ്ങാനോ ഇത് തന്നെയല്ലേ ഇന്നലെയും പറഞ്ഞു, അതെ, എത്ര പറഞ്ഞിട്ട് എന്താ കാര്യം എന്ന് ചോദിക്കും. അതുപോലെയാണ് നമ്മുടെ ഈ ഹോസ്പിറ്റലിൻ്റെ സ്റ്റാൻഡേർഡൈസേഷനും സേഫ്റ്റിയും അതൊക്കെ അഷ്വർ ചെയ്യുന്നതിന് പല കാര്യങ്ങളും NABH ക്വാളിറ്റി കൗൺസിൽ ഓഫ് ഇന്ത്യയും ഒക്കെ നമ്മളോട് വീണ്ടും വീണ്ടും പറഞ്ഞിട്ടിരിക്കും. രാവിലെയും ഉച്ചയ്ക്കും വൈകിട്ടും ഇന്ന് തന്നെ എത്ര തവണ നമ്മളത് സംസാരിച്ചു കഴിഞ്ഞു അല്ലേ? എന്തിനാണെന്നറിയാമോ? ഇത് നമുക്കവിടെ ഒരു മിസ്സിങ് വരാതിരിക്കാനാണ്. നമുക്ക് ഈയൊരു സഡേഷൻ്റെ മോണിറ്ററിങ് വേണമെന്നും ആ മോണിറ്ററിങ് ചെയ്യുന്ന ആള് സഡേഷൻ പെർഫോം ചെയ്ത ആളായിരിക്കരുത്, അല്ലെങ്കിൽ ആ സഡേഷൻ റിലേറ്റഡ് ആയിട്ടൊരു പ്രൊസീജിയർ ചെയ്യുമ്പോൾ ആ പ്രൊസീജിയർ ചെയ്യുന്ന ആളായിരിക്കരുത് പേഷ്യൻറ്റിനെ മോണിറ്റർ ചെയ്യേണ്ടത് എന്ന് വ്യക്തമാക്കാനാണ് ഈ ഒരു ഒബ്ജക്റ്റീവ് എലമെൻ്റ് ഇവിടെ ഉള്ളത്. ഇതിൻ്റെ തൊട്ടടുത്ത ഒബ്ജക്റ്റീവ് എലമെൻ്റ് ഇത് COP12D ആണെങ്കിൽ COP12E നമ്മൾ ഇതേ കാര്യം വിശദമായിട്ട് കാണുന്നുണ്ട്, കുറച്ചുകൂടെ വിശദമായിട്ട്. എന്തിനാ തൊട്ടടുത്ത രണ്ട് ഒബ്ജക്റ്റീവ് എലമെൻ്റ് ചെറിയൊരു വ്യത്യാസമാണ്, പക്ഷെ അത് ആവർത്തിച്ച് പറയുക. ഇവിടെ എന്താ പറയുക? പ്രൊസീജിയർ ചെയ്യുന്ന ആളായിരിക്കരുത് മോണിറ്റർ ചെയ്യുന്നത്. കാരണം അയാൾക്ക് ഡോക്യുമെൻ്റ് ചെയ്യണം വേരിയേഷൻസ്, വളരെ കീനായിട്ട് ഒബ്സർവ് ചെയ്യണം. പേഷ്യൻറ്റിൻ്റെ പ്രൊസീജിയർ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവരുടെ ശ്വാസോടസം ഉണ്ടാകുന്നുണ്ടോ, അവരതിൽ ശ്വസിക്കാൻ പ്രയാസപ്പെടുന്നുണ്ടോ, എന്തെങ്കിലും ഡിസ്റ്റർബൻസ് ഉണ്ടോ എന്ന് നോക്കിയിരിക്കാൻ പറ്റില്ല. പ്രൊസീജിയർ കൃത്യമായി ചെയ്ത് കംപ്ലീറ്റ് ചെയ്യുക എന്നതാണ് പ്രൈമറി ടാർഗറ്റ്. അതുകൊണ്ട് അത് മോണിറ്റർ ചെയ്യാൻ സെപ്പറേറ്റ് ഒരാൾ വേണം. COP12D വളരെ സിമ്പിളാണ്. ദ പേഴ്സൺ മോണിറ്ററിങ് സെഡേഷൻ ഈസ് ഡിഫറെൻറ്റ് ഫ്രം ദ പേഴ്സൺ പെർഫോമിങ് പ്രൊസീജിയർ. അവിടെ MRIയുടെ കാര്യം നേരത്തെ പറഞ്ഞു, ഒരു മൈനർ ഒരു പ്രൊസീജിയർ ചെയ്യുന്നുണ്ട്. ആ കാര്യങ്ങൾക്ക് ചെയ്യുന്ന ഡോക്ടർക്ക് ഇത് മോണിറ്റർ ചെയ്യുന്നതിനുള്ള ലിമിറ്റേഷൻ അഡ്രസ്സ് ചെയ്യപ്പെടണം, കൃത്യമായി മറ്റൊരാൾ മോണിറ്റർ ചെയ്യാനുണ്ടാകണം. COP12D.